നിലവിളക്ക് നിലത്തിരുന്ന് വിളങ്ങുന്നതാണ് നിലവിളക്ക്. എന്തിനാ നിലവിളക്ക് കത്തിക്കുക സന്ധ്യാസമയത്ത്? നമ്മുടെയൊക്കെ വീട്ടില് എന്തിനാ കത്തിക്കുക? എന്തിനാ നിലവിളക്ക് കത്തിക്കുക? വീട്ടില് കത്തിക്കാറുണ്ടോ? ഇല്ല. ഉണ്ട്. എപ്പോഴാ കത്തിക്കുക? സന്ധ്യാസമയത്ത് അല്ലെ? ശ്രീസന്ധ്യ എന്ന് പറയുന്ന ത്രിസന്ധ്യ അല്ലെ? രാവും പകലും കൂടെ സംയോജിക്കുന്ന സമയം. എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു സയൻസ് ഉണ്ട് അതില്. നമ്മള് ലക്ഷദീപങ്ങൾ കത്തിക്കുന്ന എപ്പോഴാ? സന്ധ്യക്കല്ലേ. ദീപാവലി എപ്പോഴാ? സന്ധ്യക്കല്ലേ. മൺചിരാതുകൾ കത്തിക്കുന്ന എപ്പോഴാ? സന്ധ്യക്കല്ലേ. എന്തിനാണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉണ്ടാകുന്ന സമയം സന്ധ്യയ്ക്ക, രാവും പകലും കൂടെ സംയോജിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ പൂർവികർ കണ്ടെത്തി വിഷാംശത്തെ എങ്ങനെ നീക്കാം. ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ, വാക്ക് ഓർത്തോളണം, നല്ലെണ്ണയല്ല ഞാൻ പറഞ്ഞു, നല്ല വെളിച്ചെണ്ണ. ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം പ്രകാശിക്കുമ്പോൾ അന്തരീക്ഷ ശുദ്ധി ഉണ്ടാകുമെന്ന് പൂർവികർ കണ്ടെത്തി. പ്രകൃതിയിലുള്ള വിഷാംശത്തെ ഓടും നാടൻ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർന്ന് കത്തുന്ന ദീപം വലിച്ചെടുക്കും. അതിനു മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരോഷ്മാവിലേക്ക് ആ ശുദ്ധി ചെയ്ത എനർജിയെ ആ നല്ല ശരീരോഷ്മാവിലേക്ക് കടത്തിവിടും. ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ അമ്മ അകത്ത് കയറിപ്പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും മക്കളെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി ആ കുട്ടിയിലേക്ക് പോകും. പക്ഷെ നമ്മൾ പോലും അറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കില്ല നമ്മൾ നടത്തുക. സന്ധ്യാസമയത്ത് ഒരു വീട്ടിലാണോ ദീപം കത്തുക? 10 കോടി ഹിന്ദുക്കളുണ്ടെങ്കിൽ 5 കോടി ഹിന്ദുക്കളുടെ വീട്ടിൽ ദീപം കത്തില്ലേ? മിനിമം 2 ദീപാകുമ്പോൾ ഒരു 4 കോടി ദീപാവില്ലേ? എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷദീപം നടക്കാറില്ലേ? എന്താണ്? ആ സന്ധ്യാസമയത്ത് പ്രകൃതിയിലുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് പ്രകൃതി ശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലക്ഷദീപം, കോടി ദീപം ഇവയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടായത്. നിലവിളക്കിന്റെയും പ്രാധാന്യം അതാണ്. നിലത്തിരുന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് വിളക്കിന് നിലവിളക്കെന്ന് പേര് വന്നത്. ഇന്ന് ഓരോ കച്ചവടക്കാര് ഹിന്ദുവിനെ എങ്ങനെ പറ്റിക്കാമെന്ന് കരുതി ലക്ഷ്മി വിളക്ക്, കാര്യസിദ്ധി താമര വിളക്ക്, ആമവിളക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇറക്കി. നമ്മൾ നമ്മുടെ നിലവിളക്കെടുത്ത് ഭരണത്ത് വെച്ചു. പകരം തൂക്കുവിളക്കിട്ടു, ലക്ഷ്മി വിളക്കിട്ടു. ഒരു ഗുണമില്ല. കാരണം എന്താണ്? ഈ നിലവിളക്കിന്റെ നിർമ്മിതി തന്നെ ഒരു ദേവശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരം പോലെയാണ്. അതിൽ സ്നേഹമാകുന്ന എണ്ണയെ ഒഴിച്ച് മനസ്സിനെ പ്രകാശിപ്പിക്കലാണ് ദീപലക്ഷണം. അല്ലാതെ ലക്ഷ്മി വിളക്ക് നമ്മുടെ പുരാണത്തിലില്ല. അഷ്ടലക്ഷ്മി വിളക്ക് ഒട്ടുമില്ല. ഉണ്ടോ? ഏത് പുരാണത്തിലാ? ഉണ്ട്. കൂർമ്മ വിളക്കുണ്ടോ? എവിടെയുണ്ട്? ഇനി വരുന്നുണ്ട് വാസ്തുവിളക്ക്. ഇതൊന്നും നമ്മുടെ പുരാണങ്ങളിലുള്ളതല്ല.